അങ്ങനെ ട്രംപിൻ്റെ ആ അവകാശവാദവും പൊളിഞ്ഞു വീഴുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോയി. റഷ്യ ട്രംപിനെ ആട്ടിയോടിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് തടയിട്ടത് താനാണ് എന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യ ആട്ടിയോടിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി വന്നാലും ആട്ടിയോടിക്കും. അതിൻ്റെ പശ്ചാത്തലത്തിൽ ട്രംപ് ഇപ്പോൾ ഗാസയിലെ യുദ്ധം നിർത്താനായിട്ടുള്ള വലിയ നീക്കത്തിലായിരുന്നു. വലിയ ഒരു ഉടമ്പടിയൊക്കെ സ്ഥാപിച്ച് ഇപ്പോൾ ഇസ്രായേലിന് അത് കൊടുത്തു. ഇസ്രായേൽ അത് അംഗീകരിച്ചു. അറബ് നാറ്റോ പറഞ്ഞ യാതൊരുവിധ പ്രൊസീജിയറുകളും അതിനകത്തില്ലായിരുന്നു. യാതൊരുവിധ കാര്യങ്ങളും അതിനകത്ത് അംഗീകരിച്ചില്ല. പാകിസ്ഥാൻ അതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഹമാസിന് അത് കൊടുത്തു. ഹമാസിന് അത് കൊടുത്തപ്പോൾ ഹമാസ് ഒന്നും മിണ്ടിയില്ല. എങ്കിലും ഹമാസ് അവസാനം ശരി ഞങ്ങളിത് അംഗീകരിക്കാമെന്ന് പറഞ്ഞ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് യുദ്ധം അവസാനിച്ചു എന്ന ട്രംപിൻ്റെ മറ്റൊരു വാദം കൂടെ പൊളിഞ്ഞു എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടുകളാണ്. കാരണം വേറൊന്നുമില്ല, ഗസയിൽ ഇസ്രായേലും മിനിറ്റ് വെച്ചാണ് ഇപ്പോൾ ബോംബ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. യുദ്ധം അവസാനിച്ചെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇസ്രായേലും ഉണ്ടാതെങ്കിലും ഇരിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ മിനിറ്റ് വെച്ചാണ് ഗസയിൽ ബോംബ് വീണുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മണിക്കൂറുകൾ വെച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ മിനിറ്റ് വെച്ചാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ വെടിനിർത്തൽ സമാധാന നിർദ്ദേശങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഗാസയിൽ നാശം വിതയ്ക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ശനിയാഴ്ച നടന്ന ഇസ്രായേലി ആക്രമണത്തിൽ 7 കുട്ടികൾ ഉൾപ്പെടെ 70 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. 2 മാസം മുതൽ 8 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളായിരുന്നു ഈ കുട്ടികൾ. ഹമാസ് ചില വ്യവസ്ഥകൾ അംഗീകരിച്ചതായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിനാൽ ഇസ്രായേൽ ആക്രമണം ഉടൻ നിർത്തിവെച്ചു. എന്നാൽ ഗസയ്ക്കെതിരായിട്ടുള്ള ഈ പുതിയ ഇസ്രായേലി ആക്രമണം ട്രംപിൻ്റെ അവകാശവാദം പൊള്ളയാണെന്ന് തെളിയിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. വിദേശ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലി ആക്രമണത്തിൽ ഔദ്യോഗികമായി 45 പേർ കൊല്ലപ്പെട്ടു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഗസയിലെ 10 ലക്ഷത്തിലധികം ആൾക്കാർ ഇസ്രായേലിൻ്റെ ആക്രമണാത്മക നിലപാട് ബാധിച്ചു. ഗസ സിറ്റിയിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ കുടിയേറുന്നു. തുഫയ്ക്ക് സമീപമുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടു. ബന്ദികളെ വേഗത്തിൽ മോചിപ്പിക്കാൻ ട്രംപ് ഹമാസിനോട് നിർദ്ദേശിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഇസ്രായേൽ കയറി മേയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഇത്രയും ശക്തമായിട്ടല്ലായിരുന്നു. എന്തായാലും സമാധാന നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിട്ടും ഇസ്രായേൽ യുദ്ധം തുടരുന്നത് ട്രംപിന് യുദ്ധം നിർത്താൻ സാധിച്ചില്ല എന്നുള്ളതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.